ജീവിതത്തിൽ ഇന്നേ വരെ കരയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ ഇന്നേ വരെ ചിരിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. കാരണം മനുഷ്യൻ്റെ ജീവിതം സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. പക്ഷേ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് വല്ല പ്രയാസങ്ങളും വന്നാൽ നമ്മൾ തകർന്നു പോവാറുണ്ട്, തളർന്നു പോവാറുണ്ട്, നിരാശ നമ്മിൽ കുമിഞ്ഞു കൂടാറുണ്ട്. ഈ സന്ദർഭത്തിൽ പ്രതീക്ഷ തേടി നമ്മൾ ഒരുപാട് വാതിലുകൾ മുട്ടാറുണ്ട്, ഒരുപാട് മനഃശാസ്ത്ര കേന്ദ്രങ്ങളുടെ പടിക്കൽ ചെന്ന് നിൽക്കാറുണ്ട്. എവിടെ നിന്നും നമുക്ക് പൂർണ്ണമായ പരിഹാരം ലഭിക്കാറില്ല. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഈ സന്ദർഭത്തിൽ മറന്നു പോകുന്ന ഒന്നുണ്ട്, അത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആനെ വിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക. ഖുർആനിൽ നിന്ന് നിങ്ങൾ അകലുമ്പോൾ നിങ്ങളുടെ ജീവിതം ഇടുക്കമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഖുർആനിലൂടെ മനുഷ്യൻ്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം എന്നൊരു സന്ദേശവുമായാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. ഖുർആനിൽ ഒരു സുന്ദരൻ്റെ കഥ പറയുന്നുണ്ട്, ഒരു സുന്ദരൻ്റെ സുന്ദരമായ കഥ. അതെ, സൂറത്ത് യൂസുഫ്. എന്തുകൊണ്ടാണ് സൂറത്ത് യൂസുഫ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമേകുന്നത്? ഖുർആനിൽ ഇത്ര സൂറത്തുകളില്ലേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൃഷ്ടി, നബി തങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രയാസം വന്നപ്പോൾ താങ്ങായി നിന്ന ഖദീജ ബീവിയെ നഷ്ടപ്പെട്ടപ്പോൾ തണലായി നിന്ന അബൂ താലിബിനെ നഷ്ടപ്പെട്ട സന്ദർഭത്തിലാണ് ഈ സൂറത്ത് യൂസുഫ് അവതരിക്കുന്നത്. സൂറത്ത് യൂസുഫിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യൂം റഹിമഹുല്ല പറയുന്നുണ്ട്, സൂറത്ത് യൂസുഫിൽ 1000 ഗുണപാഠങ്ങളുണ്ട്. ഇതിൽ നിന്ന് വെറും 2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, സൂറത്ത് യൂസുഫ് നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതം ദുഃഖങ്ങളും പ്രയാസങ്ങളുമൊക്കെ സമ്മിശ്രമായിരിക്കും. യൂസുഫ് നബിയുടെ ജീവിതം ആരംഭിക്കുന്നത് ഒരു പരിശുദ്ധമായ കുടുംബത്തിൽ, ഒരു പ്രവാചകന്റെ മകനായി. ഇമാം ബുഖാരി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി തങ്ങൾ പറയാണ്, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യാക്കൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം. അത്രയും പരിശുദ്ധമായൊരു പരമ്പരയിൽ സന്തോഷത്തോടെ ജനിക്കുന്ന യൂസുഫ് നബിയെ അള്ളാഹു അവിടെ നിന്ന് നേരെ എടുത്തൊരു പൊട്ടക്കണത്തിലേക്ക് അങ്ങ് ഇടുകയാണ്, സന്തോഷത്തിൽ നിന്ന് പ്രയാസത്തിലേക്ക്. അവിടെ നിന്ന് പ്രയാസം അനുഭവിക്കുമ്പോൾ ഖുർആൻ അതിന് ഉപയോഗിച്ച പ്രയോഗമുണ്ട്, അയാബത്തിൽ ജുബ്. ഇമാം ഹററി പറയുന്നുണ്ട്, ഇരുളുകൾ നിറഞ്ഞ ഒറ്റപ്പെട്ട ഒരു കിണർ. അവിടെ നിന്ന് അള്ളാഹു യൂസുഫ് നബിയെ ഉയർത്തിക്കൊണ്ടുവരികയാണ്, പ്രയാസത്തിൽ നിന്ന് വീണ്ടും പ്രയാസത്തിലേക്ക്. ഒരു മനുഷ്യന് ഒരിക്കലും താങ്ങാൻ സാധിക്കാത്ത അടിമയായിട്ട് വിൽക്കപ്പെടുകയാണ്. അങ്ങനെ പ്രയാസങ്ങൾ യൂസുഫ് നബിയുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു. അവിടെ നിന്ന് അള്ളാഹു ഒരു സന്തോഷം നൽകുകയാണ്, ഒരു എളുപ്പം നൽകുകയാണ്. പിന്നീട് യൂസുഫ് നബി ജീവിക്കുന്നത് കൊട്ടാരപുത്രനായിട്ടാണ്. അവിടെ കഴിക്കാൻ നല്ല ഭക്ഷണമുണ്ട്, ധരിക്കാൻ നല്ല വസ്ത്രങ്ങളുണ്ട്. ഇത്രയും കാലം യൂസുഫ് നബി ശാരീരികമായ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടെങ്കിൽ കൊട്ടാരത്തിൽ യൂസുഫ് നബിയെ കാത്തിരുന്നത് മാനസികപരമായ ബുദ്ധിമുട്ടുകളാണ്. തൻ്റെ സ്വന്തം യജമാനത്തി മൂലം യൂസുഫ് നബി ജയിലിലേക്ക് എത്തുകയാണ്. പ്രയാസങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയി. ഇടയ്ക്ക് ചില എളുപ്പങ്ങൾ വന്നെങ്കിലും തുടരെയുള്ള പ്രയാസങ്ങൾ. ഒടുക്കം യൂസുഫ് നബി ആരായി? രാജാവ്. ഇതെങ്ങനെയായി? ഇതാണ് നമ്മുടെ സൂറത്ത് യൂസുഫിന്റെ 2ാമത്തെ ഗുണപാഠം. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, അള്ളാഹു നമ്മളെ പരീക്ഷിക്കുമ്പോൾ അള്ളാഹു നമ്മിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ കൃത്യമായി വർത്തിക്കണം. സൂറത്ത് യൂസുഫ് പറയുമ്പോൾ ഒരിക്കലും മറന്നു പോവാത്തൊരു വ്യക്തിത്വമുണ്ട്, അതെ, യാക്കൂബ് നബി അലൈഹിസ്സലാം. തൻ്റെ യൂസുഫ് നബിയുടെ സഹോദരന്മാർ യൂസുഫിനെ നഷ്ടപ്പെട്ടു എന്ന് വന്ന് യാക്കൂബ് നബിയോട് പറയുമ്പോൾ യാക്കൂബ് നബി പറയുന്ന ഒരു വാചകമുണ്ട്, സബറുൻ ജമീൽ, ഞാൻ മനോഹരായിട്ട് ക്ഷമിക്കുക കേട്ടോ, വല്ലാഹുൽ മുസ്തആൻ, അള്ളാഹിനോടാണ് ഞാൻ സഹായം തേടുന്നത്. അങ്ങനെ വിശദമായിട്ട് വരുമ്പോ പതറാതെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു വെച്ചത് യാക്കൂബ് നബി
യാക്കൂബ് നബി അള്ളാഹുവിനോട് സഹായം തേടി, അള്ളാഹുവിന് പ്രതീക്ഷ അർപ്പിച്ച് കരഞ്ഞ് 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 യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരുപാട് ആളുകൾ യാക്കൂബ് നബിയോട് വന്ന് പറയുന്നുണ്ട്, യൂസുഫ് നഷ്ടപ്പെട്ടില്ലേ, ഇനിയും എന്തിനാണ് കാത്തു നിൽക്കുന്നത്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടില്ലേ? അപ്പോ യാക്കൂബ് നബി പറയുന്നൊരു വാചകമുണ്ട്, നിങ്ങൾക്കറിയാത്ത പലതും എൻ്റെ രക്ഷിതാവിനെ കുറിച്ച് എനിക്കറിയാം. രക്ഷിതാവിന് പ്രതീക്ഷ അർപ്പിച്ചപ്പോൾ ആ പിതാവിന് അള്ളാഹു കാഴ്ചയും തിരിച്ചു കൊടുത്തു, നഷ്ടപ്പെട്ട മകനെയും തിരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ യൂസുഫ് നബി ഒക്കെ തിരിച്ചു കിട്ടി, സഹോദരന്മാർ തൻ്റെ കാൽ കീഴിൽ വന്നു. ഈ സന്ദർഭത്തിൽ യൂസുഫ് നബി അവരോട് പറയാണ്, ലാ തസ്രീബ അലൈക്കുമുല്ലോ, ഇന്ന് നിങ്ങൾക്കൊരു കുറ്റവുമില്ല, എല്ലാം ഞാൻ പുറത്തു നൽകുക. കാരണം എൻ്റെ രക്ഷിതാവ് ഈ സന്ദർഭത്തിൽ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകാനാണ്. അള്ളാഹു എന്താണോ ആഗ്രഹിക്കുന്നത് അത് യൂസുഫ് നബി കൃത്യമായി വർത്തിച്ചു. സുഹൃത്തുക്കളെ, ഇതാണ് ഖുർആനിൻ്റെ കഥ. ഇത് നമ്മുടെ ജീവിതത്തിലും ഉൾക്കൊള്ളുമ്പോൾ ഇടറുന്ന മനസ്സിന് അള്ളാഹു മനക്കരുത്ത് നൽകും. നബിയോട് പറഞ്ഞില്ലേ, ഇടറുന്ന മനസ്സിന് ഞാൻ പരിഹാരം നൽകുമെന്ന് നബിയോട് അള്ളാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഇന്ന് നമുക്കിതിൻ്റെ പാഠങ്ങൾ ലോകത്ത് കാണാം. എല്ല് പൊന്തിയ കയ്യിൽ കല്ലുമേന്തി ഇസ്രായേൽ പട്ടാളത്തിന് നേരെ ഒരു ഫലസ്തീൻ ബാലൻ കല്ലെടുത്ത് എറിയാൻ വരുമ്പോൾ അതിനാ ബാലന് മനക്കരുത്ത് നൽകുന്നത് ഖുർആൻ പറഞ്ഞു വെച്ച അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ഈ കഥകളാകാം. ഇതാണ് ഖുർആനിന്റെ അത്ഭുതം. ഈ അത്ഭുതത്തിലേക്കാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മളും ഹാഫിലീങ്ങളാണ്. ഒരു 85 ആളുകൾ ഇതിലുണ്ടെങ്കിൽ അതിൽ 10 ഹാഫിലീങ്ങളെ ഞാൻ ഈ സദസ്സിലില്ലാത്തുണ്ടാവുള്ളൂ. ഞാൻ കൃത്യമായ കണക്കാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഖുർആന്റെ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. അതിൻ്റെ നമ്മളൊക്കെ ഹാഫിലീങ്ങളാണ്. ഖുർആന്റെ ലഫ്സിൽ കടന്ന് കളിച്ച ഇതൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. ഖുർആൻ എന്നുള്ളത് ഒരു സമുദ്രമാണ്. ആ സമുദ്രത്തിന്റെ ആഴത്തിൽ അമൂല്യമായ നിധികളും മുത്തുകളുമുണ്ട്. ഖുർആനിന്റെ വിമർശകർ ചോദിക്കാറില്ലേ, ഖുർആനിലെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന്? എടോ, പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ എന്ന സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. അവിടെ നിന്ന് അമൂല്യമായ നിധികളും മുത്തുകളും നമ്മൾ പെറുക്കിയെടുക്കണം. എന്നിട്ട് ലോകത്തിന് എത്തിച്ചു കൊടുക്കണം. അതിൻ്റെ ഖുർആനിന്റെ വാഹകരാണ് നമ്മൾ. നമ്മളിൽ ഇറങ്ങിയില്ലെങ്കിൽ ആരിറങ്ങും? കാരണം ലോകത്ത് ഒരുപാട് ആളുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഈ മദ്രസയുടെ മതിൽക്കെട്ടിനുള്ളിൽ ജീവിക്കുമ്പോൾ നമുക്കൊന്നും അറിയില്ല. ഇവിടെ ഭയങ്കര റാഹത്താണ്. പക്ഷേ ഈ മദ്രസയുടെ മതിൽക്കെട്ടുകൾക്ക് പുറത്ത് ഒരു ലോകമുണ്ട്. അവിടെ മനപ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഖുർആനിനെ മുറുകെ പിടിച്ച് ഖുർആനിന്റെ വെളിച്ചത്തോടു കൂടി അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. 176